ഹലോ എവ്രി വൺ, ഹൗ ആർ യു? സോ ഇന്ന് ഒരു ചെറിയ വ്ലോഗുമായിട്ട് വന്നിരിക്കുകയാണ്. ഇത് ഒരു തുർക്ക്മെനിസ്ഥാൻ എന്ന് പറഞ്ഞ ഒരു കൺട്രിയിലോട്ട് എൻ്റെ ഫസ്റ്റ് ലേ ഓവറാണ്. നമ്മുടെ ദുബായിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷനൊക്കെ ആയതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഈ ഒരു പ്ലേസിലോട്ട് നമുക്ക് ലേ ഓവറേ ഇല്ല. ഇതെൻ്റെ ഫസ്റ്റ് ലേ ഓവറാണ്. പിന്നെ ബിക്കോസ് സിറ്റുവേഷൻസൊക്കെ ലൈക്ക് നേരത്തെ ആണെങ്കിൽ കുറച്ച് മണിക്കൂർ കൊണ്ട് ട്രാവൽ ചെയ്താൽ മതിയായിരുന്നു. ഇപ്പോൾ കുറേ ഫ്ലൈറ്റ് കറങ്ങിത്തിരിഞ്ഞ് പോകുന്നതുകൊണ്ട് ടൈമിങ്ങൊക്കെ വ്യത്യാസമായതുകൊണ്ട് എനിക്കിവിടെ ഇപ്പോൾ ലേ ഓവർ കിട്ടിയിരിക്കുകയാണ്. ഈ ഒരു കൺട്രി തുർക്ക്മെനിസ്ഥാൻ എന്ന് പറയും, ഇറാൻ്റെയൊക്കെ അടുത്തായിട്ടുള്ളതാണ്. ഇതൊരു ബ്യൂട്ടിഫുൾ പ്ലേസാണ്. സത്യം പറഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പെട്ടെന്ന് കിട്ടിയൊരു ലേ ഓവറാണ്. ഞാനപ്പോൾ ഇങ്ങനൊരു കൺട്രി ഉണ്ടോ എന്നുള്ളൊരു ഇതിലായിരുന്നു. സോ ലാൻഡ് ചെയ്തപ്പോൾ എയർപോർട്ടൊക്കെ ഭയങ്കര രസം, നല്ല രസം, ഭയങ്കര ഹ്യൂജ്. സത്യം പറയാം, എയർപോർട്ടിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അവിടെ ആരുമില്ല. അവിടെ ആകെ 3-4 ഫ്ലൈറ്റേ ഉള്ളൂ. അതിൽ 3 ഇൻ്റർനാഷണൽ എയർലൈൻ എന്തോ വരുന്നുള്ളൂ. അതൊരു ഫ്ലൈറ്റ് വെച്ചൊക്കെ വരുന്നുണ്ടാവുള്ളൂ. എയർപോർട്ടിൽ കംപ്ലീറ്റ്ലി ആരുമില്ല. റോഡുകളിലാണെങ്കിലൊന്നും ഇതിപ്പോൾ രാവിലെ ലാൻഡ് ചെയ്ത് ഓൾമോസ്റ്റ് ദുബായ് വെച്ച് നോക്കുമ്പോൾ ഒരു 1 hour ഏർലി ആ ഒരു ടൈമിലാണ് ലാൻഡ് ചെയ്ത്. സണ്ണൊക്കെ റേസ് ചെയ്ത് തന്നെ കാണാം. റോഡിലൊക്കെ ആരുമില്ല. സിഗ്നൽ ലൈറ്റ്സൊക്കെ അമേസിങ്, ഭയങ്കര ക്ലീൻ കൺട്രി. ഇവിടുത്തെ ബസ് സ്റ്റോപ്പാണേ. അങ്ങനെ നല്ല രസം. ഈ ലൈറ്റ്സൊക്കെ നോക്ക്, ലൈറ്റ്സ് എല്ലാം ആ ലൈക്ക് ആ പില്ലറിലാണ് നിൽക്കുന്ന ലാമ്പിൽ സ്റ്റാൻഡിൽ എല്ലാ ലൈറ്റ്സും വർക്ക് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് ക്വൈറ്റ് അമേസിങ് ബിക്കോസ് നല്ല രസമുണ്ട്. പിന്നെ അവിടുത്തെ പേരുകളൊക്കെ ജസ്റ്റ് പോസ്റ്റർ വെച്ചിട്ടല്ല ഓരോ ബിൽഡിങ്ങിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ മൾട്ടി കളേർഡ് ലൈറ്റൊക്കെ വെച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തു. ബസ് സ്റ്റോപ്പാണ്, ആളുകളൊക്കെ ജോലിക്ക് പോകുന്നതൊക്കെ കാണുന്നത്. പിന്നെ ടാക്സീസ് അവൈലബിൾ ആണ്, ബസ് അവൈലബിൾ ആണ്. പക്ഷേ ഇതെല്ലാം വൈറ്റ് കളറാണ്. ആ കൺട്രി ഫുള്ളും വൈറ്റ് കളറാണ്. ബിൽഡിങ്സ് എല്ലാം വൈറ്റ്, കാറുകൾ വൈറ്റ്, പിന്നെ ചിലപ്പോൾ സിൽവർ കളറും അലൗഡാണ്. അത് മാത്രമേ കൺട്രിയിൽ കാണുള്ളൂ. പിന്നെ ഈ മൾട്ടി കളർ ലൈറ്റ്സ് ഇട്ടിട്ടുണ്ടാവും ഓരോ ബിൽഡിങ്സിലും. ഐ മീൻ എല്ലാത്തിനും അല്ല, ചില ബിൽഡിങ്സ്. അത് മോൾ ഏതാ ഹോസ്പിറ്റൽ ഏതാവെന്നും അറിയില്ല. ചിലതിൻ്റെ മേലിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ബട്ട് നമുക്കത് വായിക്കാൻ അറിയാത്തതുകൊണ്ട് അറിയില്ല. സോ ഫുള്ള് ഭയങ്കര നീറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഭയങ്കര നീറ്റ് കൺട്രി. അവിടുത്തെ ഫെസിലിറ്റീസ് ആണെങ്കിലും എല്ലാം. അവിടെ പാർക്സ് ഉണ്ട്, വാക്ക് വേ ഉണ്ട്, റോഡെല്ലാം ക്ലീൻ. ബസ് സ്റ്റോപ്സൊക്കെ നോക്ക്, ഭയങ്കര ക്ലീന്, നല്ല സ്ഥലം. നമ്മുടെയൊക്കെ നാട്ടിൽ വെച്ച് ഞാൻ കമ്പയർ ചെയ്യുമ്പോൾ, ബിക്കോസ് എനിക്ക് അതാണുള്ള എക്സ്പീരിയൻസ്, അതും ദുബായിലുള്ള എക്സ്പീരിയൻസ് ഉള്ളത്. നമ്മുടെ നാട് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര നീറ്റ്. ഈ പോസ്റ്ററും കാര്യങ്ങളൊന്നും വലിച്ചു വാരി അങ്ങും ഒട്ടിച്ചിട്ടില്ല. ലൈറ്റ്സ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നു. ഈവൻ ഒരു വേസ്റ്റ് പോലും നമുക്ക് ആ പ്ലേസിൽ നിന്നൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല കേട്ടോ. അത് ആക്ച്വലി ഈ ക്ലീനിങ് ചെയ്യുന്ന ആൾക്കാർ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇവൻ നോക്ക്, പാർക്കൊക്കെ നോക്ക്, എന്ത് രസമാണ് കാണാൻ. നമുക്ക് ഈവനിങ്ങിലൊക്കെ പോയിരുന്നിങ്ങനെ ചില്ല് ചെയ്യാനും ലൈറ്റൊക്കെ നോക്ക്, ചില്ല് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു സ്ഥലം. ഇത് ബസ്സാണ്, ഇതും വൈറ്റ് കളറാണ് ബസ്. ആൾക്കാരൊക്കെ ഡ്യൂട്ടിക്ക് പോകാൻ. തണുപ്പുണ്ട്, 6 degree Celsius ആണ്. സോ നമുക്ക് കാറിലിരിക്കുന്നതുകൊണ്ട് അധികം അറിയില്ല. ഇതെന്തോ അവിടുത്തെ ബിൽഡിങ് അറിയില്ല. തണുപ്പ് പുറത്തോട്ടുണ്ട് ആക്ച്വലി. നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങി താഴത്തോട്ട് വന്നപ്പം, ഐ മീൻ ലൈക്ക് വണ്ടി ക്യാബ് എടുക്കാൻ വേണ്ടി വന്നപ്പം നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. നൈസ് കൺട്രി, ക്ലീൻ. എനിക്കത് ഭയങ്കര അമേസിങ് ആയിട്ട് ഫീൽ ചെയ്തു. ഭയങ്കര നീറ്റ്. എല്ലാത്തിനും പ്രത്യേകമായ എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു വെച്ചു. നടക്കാനുള്ള വഴി, ഫുട്പാത്ത്, ഈവൻ അവിടെ കുറേ ട്രാഫിക് ലൈറ്റ്സ് ഉണ്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടി. ഞാനൊരു 25 വെഹിക്കിളിനേക്കാളും കൂടുതൽ എങ്ങും കണ്ടിട്ടില്ല കേട്ടോ. ഈവൻ ഒരു സിഗ്നലിൽ പോലും അത്രയും തന്നെ ഉണ്ടാവില്ല. മേ ബി 20, അതിലും കുറവായിരിക്കും. എനിക്കതൊരു പോപ്പുലേഷൻ ഭയങ്കര കുറവാണെന്ന് തോന്നുന്നു. സോ ഭയങ്കര എന്താ പറയുക, ഭയങ്കര വലിയ വലിയ ബിൽഡിങ്സ് ആണ് അവിടെയുള്ളത്. ഭയങ്കര വലിയ ബിൽഡിങ്സൊക്കെയാണ് അവിടെ ഉള്ളത്. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. എനിക്ക് പിന്നെ കുറേ നാൾക്കായിട്ട് നാട്ടിലെങ്ങും പോകാത്തതുകൊണ്ടോ എന്താണെന്നറിയില്ല. പിന്നെ ഒരു പുതിയൊരു കൺട്രിയാണ്. ഇവിടെ ഞാൻ അറിഞ്ഞു വെച്ച് ഇവിടെ ലൈക്ക് ഇത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, വിസ കിട്ടാനൊക്കെ. ഒരു സാധാരണ അങ്ങനെ ടൂറിസ്റ്റുകൾക്കൊന്നും വലിയ കാര്യമായിട്ട് വിസ കൊടുക്കാറില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. ബട്ട് നമ്മുടെ ഈ ഒരു സിറ്റുവേഷൻ കണ്ട് നമുക്ക് വിസ കിട്ടി. നമുക്ക് ഭയങ്കര ഷോർട്ട് ടേമേ ഉള്ളൂ ഇവിടെ സ്പെൻഡ് ചെയ്യാൻ. നമുക്കൊരു 13 hours അങ്ങോട്ട് എടുത്തേ വരുന്നുള്ളൂ. അവിടെ നമ്മൾ ഇനി ഹോട്ടലിൽ ചെല്ലുക, ഫുഡ് കഴിക്കുക, കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കുക, പിന്നെ മേക്കപ്പും യൂണിഫോമൊക്കെ ഇട്ട് തിരിച്ചു വരാം.
പക്ഷെ ആ ഒരു ടൈം തന്നെ എനിക്ക് ഭയങ്കര ഹാപ്പി. പ്രത്യേകിച്ച് കാണാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് കാണാനായിട്ടൊന്നുമില്ല. ആ കൺട്രി കാണാൻ തന്നെ ഒരു അമേസിങ് വെൽ പ്ലേസ്ഡ് ആയിട്ട് ഓരോ സ്ഥലങ്ങൾ ഭയങ്കര പ്ലേസ്ഡായി. ഇപ്പോൾ വെറുതെ കിടക്കുന്ന സ്ഥലമാണെങ്കിൽ അവർ പാർക്കായിട്ട് സെറ്റാക്കി അവിടെ ലൈറ്റ്സും കാര്യങ്ങളും എല്ലാം. ഇത് ഇപ്പം നമ്മൾ വിചാരിക്കും ഈ നാഷണൽ ഡേ ഒക്കെ അനുബന്ധിച്ച് അവരിങ്ങനെ വെച്ചതാണെന്നൊക്കെ വിചാരിക്കും കേട്ടോ. പക്ഷേ ഇല്ല, അവരുടെ നോർമൽ ലൈഫാണിത്. കുറേ വീഡിയോസൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, അത് അപ്പുറത്തെ സൈഡിലൊക്കെ ആയതുകൊണ്ട്, ഞാൻ ഇരിക്കുന്ന സൈഡിലല്ലാത്തതുകൊണ്ട് കുറേ കാര്യങ്ങളെ മിസ് ചെയ്തു. ബട്ട് അമേസിങ്. ഇതൊരു കുന്നുപോലെ ഒരു സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത്. അവിടെയാണ് നമ്മുടെ ഹോട്ടൽ. അപ്പോൾ പെട്ടെന്നാണ് ഒരു ലാൻഡ്സ്കേപ്പിൽ നിന്ന് ഒരു ചെറിയ കുന്നൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നത്. അതൊരു ഇൻട്രസ്റ്റിംഗ് തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങനെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഈ കാണുന്ന എല്ലാം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ഞാനതുകൊണ്ട് ഏറ്റവും കൂടുതൽ വീഡിയോ എടുത്ത് ഞാനായിരിക്കും. ഞാൻ ഭയങ്കരമായിട്ട് വീഡിയോ എടുക്കുക. പിന്നെ അന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ക്രൂ ആണെങ്കിലും ക്യാപ്റ്റൻ ആണെങ്കിലും അമേസിങ്. നോക്ക് അവിടെയൊക്കെ ഉണ്ടാവും മൾട്ടി കളർ ലൈറ്റ്, എന്താണെന്ന് നമുക്കറിയില്ല. ഇത് രസമുണ്ട് പക്ഷെ കാണാനൊക്കെ ഭയങ്കര ഒരു കൗതുകം എല്ലാം കാണുമ്പോൾ. ഈവൻ ഈ ഒരു ക്ലൈമറ്റിലും ചെടിയൊക്കെ മരങ്ങളും എല്ലാം ഭയങ്കര സെറ്റായിട്ട് ക്ലീനാക്കി വെച്ചിരിക്കുന്നു. പിന്നെ ഏർലി മോർണിംഗ് ആയതുകൊണ്ട് ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട്. ഇഷ്ടംമാതിരി പാർക്സ് ഉണ്ട്. ഇതവിടുത്തെ ബൈറ്റ് ബസ്സുകൾ ഇതെല്ലാം ലൈക്ക് അവിടെയൊക്കെ എന്തൊക്കെയോ സ്റ്റാറ്റൂസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മേ ബി അവരുടെ മിലിറ്ററിയുടെയോ അവരുടെ പ്രസിഡൻ്റെയോ ഒക്കെ ആയിരിക്കാം, എനിക്കത്ര അറിയില്ല. പക്ഷേ അതൊക്കെ കാണാൻ തൂണുകളൊക്കെ നോക്ക്, ലൈറ്റ്സ് നോക്ക്, എല്ലായിടത്തും അത് ഓണാക്കിയിട്ടിട്ടുണ്ട്. അത് അതിൻ്റെ ഇടയ്ക്ക് ചന്ദ്രനും അവിടെയുണ്ട്, മൂണും കാണാൻ പറ്റും. ആ കാണുന്ന മലകൾ കണ്ടോ, ആ മലകളുടെ അപ്പുറത്ത് ഇറാനാണ്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഇങ്ങനൊരു സിറ്റുവേഷൻ ആയിരുന്നു. ആക്ച്വലി അത് ഭയങ്കര ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവമാണ്. ഇത് നമ്മൾ ഹോട്ടലിലോട്ട് പോകുന്ന വഴിയാണ്. അവിടെ നോക്കുമ്പോൾ ഈ മല കാണാം, മലയുടെ പോലത്തെ ചെറിയൊരു സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും. ഇത് ഫുള്ളും നടുക്ക് വൈറ്റ് കളർ ലൈറ്റ്, അപ്പുറത്തും ഇപ്പുറത്തും ഒരു യെല്ലോ കളർ ലൈറ്റ്, ഇതെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് ആ കാണുന്ന ഫുള്ളും അതാണ്, ആ ലൈറ്റ്സും ഈ ലാംപ്സാണ്, അതായത് സ്ട്രീറ്റ് ലൈറ്റ്സ് ആണ്. എന്ത് രസമായിട്ടാണ് ഇത്. മറ്റേ ബുർജ് അറീബിൻ്റെ ഒരു കൈൻഡ് ഓഫ് സ്ട്രക്ചറാട്ടോ ഇത്. പക്ഷെ നല്ല രസമുണ്ട്. ഇത് ഭയങ്കര ലക്ഷറി ഹോട്ടലാണ്. അവിടേക്കാണ് നമുക്ക് സ്റ്റേ റെഡിയാക്കിയിരിക്കുന്ന. ഭയങ്കര രസമാണ് ആ കൺട്രി. നമ്മൾക്ക് പോവാണ്ടിരുന്നെങ്കിൽ മിസ് ചെയ്തേനെന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഈവൻ സൂപ്പർ അമേസിങ്. ആ വണ്ടിയിലാട്ടോ നമ്മൾ വന്നത്. ഇതാ സ്ഥലത്തുനിന്ന്, അതായത് നമ്മളൊരു കുറച്ച് ഹൈറ്റുള്ള സ്ഥലത്ത് നമ്മുടെ ഹോട്ടൽ. അപ്പോൾ അവിടെ നോക്കി എല്ലാം കാണാം. മൂണ് കാണുന്നുണ്ട്. ബിക്കോസ് രാവിലെ ആയി വരുന്നേ ഉള്ളൂ. അവിടുത്തെ ഒരു നോക്കുക, ഷൈനി സംഭവം നല്ല രസമില്ലേ, ഭയങ്കര ഹ്യൂജ്. ഈ ഫിലിമിൽ കാണുന്ന രണ്ട് സൈഡിലേക്കുള്ള സ്റ്റേക്കേഴ്സ്, ഭയങ്കര എന്താ ഹൈറ്റ്. ഈവൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ക്രൂസ് എല്ലാവരും ഭയങ്കര ഷോക്കായിട്ട് ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. ഒരു രാജകീയമായ സംഭവങ്ങൾ എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട് പറയുക, ലൈക്ക് നമുക്ക് അസൈൻ ചെയ്തിട്ടുള്ള ഫ്ലൈറ്റ് ചെയ്യണം, നമ്മൾ സിക്കൊന്നും വിളിക്കരുത്, അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റീസൊക്കെ കിട്ടും. ഞാനതൊക്കെ എഗ്രി ചെയ്യുകയാണ്. ഷീസ് വെരി നൈസ്. ഷീസ് ഫ്രം ഫിലിപ്പീൻ, ബട്ട് വെരി നൈസ് ആട്ടോ. നമ്മുടെ ക്രൂ എല്ലാം, ഈവൻ സീനിയേഴ്സ് എല്ലാവരും നല്ല സൂപ്പർ ക്രൂസ് ആയിരുന്നു. നമ്മൾ കുറേ വീഡിയോ എടുത്ത് ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം എല്ലാവരും ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത് ഈ ഒരു കൺട്രിയിൽ. സോ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. നമ്മുടെ റൂംസൊക്കെയാണ് 808 ആണ് എനിക്ക് കിട്ടിയത്. നമുക്ക് റൂംസ് എല്ലാം ഭയങ്കര അടുത്തടുത്താണ് വരുന്നത്. അതിൻ്റെ വ്യൂ ഒക്കെ ഭയങ്കര രസം. വാഷ്റൂംസ് ആണെങ്കിൽ ഒരു രക്ഷയില്ല എന്ന് വെച്ചാൽ എന്താ പറയുക, ഭയങ്കര സന്തോഷം, ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാന്നൊക്കെയാണ് ഞാൻ പറയുന്നത്. ഇത് വാഷ്റൂം, സത്യം പറഞ്ഞാൽ റൂമിൽ കാണുമ്പോൾ ഫസ്റ്റ് വാഷ്റൂം അല്ല കാണിക്കുന്നത്. പക്ഷെ ഫസ്റ്റ് തന്നെ വാഷ്റൂം കണ്ട എൻ്റെ കിളി പോയി. ബാത്ത് ഉണ്ട്, ഷവർ ഏരിയ ഉണ്ട്, ടോയ്ലറ്റ്സ് ഉണ്ട്. ടോയ്ലറ്റിന് സെപ്പറേറ്റ് ഒരു സ്ഥലമുണ്ട്. എന്തായാലും ബാത്ത് കിടന്നൊരു കുളി. ഉറങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല, അതെനിക്ക് വേണമെന്ന് ഞാൻ തീരുമാനിച്ചു. അതാണ് കേട്ടോ ടോയ്ലറ്റ്. ആ ഒരു സൈഡിൽ പ്രത്യേകിച്ച് ഒരു ചെറിയൊരിതായിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ടോയ്ലറ്ററീസും കാര്യങ്ങളൊക്കെ. പിന്നെ ഇത് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു, ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ ഇതൊക്കെ കാണാനും. ഇതൊക്കെ അതായത് സാധാ ഭയങ്കര റോയാലിറ്റി ഫീൽ ചെയ്യുന്ന കൈൻഡ് ഓഫ് സ്റ്റഫ്സൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത്. ബെഡാണെങ്കിലും ഇറ്റ് ലുക്ക് സോ ഗുഡ്, സോ നൈസ്. അതൊരു വാർഡ്രോബാണ് ആലോചിക്കണം. ഹൈറ്റ്, നല്ല ഹൈറ്റ് ഉണ്ട്. ഇതൊരു ബ്യൂട്ടിഫുൾ വ്യൂ ആണ് കേട്ടോ, സൺ റേസ് ചെയ്ത് വരുന്നതിൻ്റെ ഒരു വ്യൂ.
അവിടുന്ന് ഹോട്ടലിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്നതാണ്. ആക്ച്വലി ഇത് കഴിഞ്ഞിട്ട് വേണം ഇത് റൂമിൽ ബാഗ് വെച്ചിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാമെന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് അവിടെ റോക്കറ്റൊക്കെ പോകുന്നുണ്ട്. ഐ മീൻ റോക്കറ്റല്ല, ജെറ്റ് ഫ്ലൈറ്റ്സ് ഒക്കെ പോകുന്നുണ്ട്. ഇത് ബ്രേക്ക്ഫാസ്റ്റ്. അവിടെ സാലഡ്സ് ഉണ്ട്, പിന്നെ മറ്റേ ഉപ്പിലിട്ട പോലത്തെ കുറച്ച് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു കൈൻഡ് ഓഫ് കോഫീസും ടീസൊക്കെയാണ്, ഹെർബൽ ടീസ് അവരവിടെ വിൽക്കാൻ വെച്ചതാണ്. സ്മെൽസ് ഗുഡ്, റിയലി നൈസ് ആക്ച്വലി. പിന്നെ ഇത് കോഫി, ടീ, അങ്ങനെ ചെറിയ ചെറിയ കപ്സ് ഉണ്ട്. ഇപ്പോൾ ഷോർട്സ് അടിക്കാൻ താല്പര്യമുള്ളവർക്ക് കോഫി ഷോർട്സ്, അങ്ങനത്തെ ഒരു ഏരിയ. അവിടെ നിന്ന് നോക്കുമ്പോൾ പുറത്തേക്കുള്ളൊരു വീട്. അവിടെ പുറത്തോട്ട് ഇറങ്ങാം, ബട്ട് തണുപ്പായിരുന്നു, നമ്മൾ ഇറങ്ങിയില്ല. നല്ല രസം. ഐ മീൻ എനിക്ക് വീഡിയോ എങ്ങനെ എടുക്കണേന്ന് അറിയില്ല, ബട്ട് വീഡിയോ എടുക്കണേക്കാളും കൂടുതൽ കണ്ണിൽ കണ്ടു കേട്ടോ ഒരു രസം. ഇത് ഡെസേർട്ട്, അതിനൊരു ഏരിയ ആണ്. ഫ്രഷ് ഫ്രൂട്ട്സ് ഉണ്ട്, ടോസ്റ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. സോ ഇവിടെ ചീസിൻ്റെ ഒരു സെക്ഷനാണ്. സോ ഇതാണ് ഞാൻ എടുത്തത്. നമ്മൾ ക്യാപ്റ്റനും എഫും ഒക്കെ വരാണ്ട് വെയിറ്റ് ചെയ്തു. പിന്നെ റൂമിൽ വന്നപ്പോൾ ഉള്ള വ്യൂ ആണ് ഇത്. ബിക്കോസ് സൺ റേസ് ആയതുകൊണ്ട് അപ്പോഴത്തെ ഒരു എന്താ പറയുക, ആ കർട്ടൻസിൻ്റെ ഇടയിൽ കൂടെ വരുന്ന ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. എനിക്ക് മോർണിംഗ് ലൈറ്റ്സും കാര്യങ്ങളും ഭയങ്കര ഇഷ്ടമായി, മോർണിംഗ് ആൻഡ് ഈവനിങ് ലൈറ്റ്സ്. സോ അത് നേരെ ബെഡിലോട്ടൊക്കെ വരികയെന്ന് വെച്ചാൽ എന്നെ എൻജോയ് ചെയ്തു. ഐ മീൻ ഞാൻ ഫീൽ ചെയ്യാറ് ലൈക്ക് മോർണിംഗ് എൻ്റെ റൂമിൽ നിന്ന് ഇങ്ങനെ എഴുന്നേറ്റ് നോക്കുമ്പോൾ കാണുന്ന വ്യൂ ഇതൊക്കെ ആയിരിക്കും. നമുക്ക് എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലേ? എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആണോ. ഈ സൺ ലൈറ്റ്സ് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ഇത് നോർമൽ അമ്യൂണിറ്റീസൊക്കെ ഉണ്ട്. സോ അവിടെ നമ്മൾക്ക് കോഫി ഉണ്ടാക്കാനുള്ള ചെറിയ മെഷീൻസും ഇതൊക്കെ ഉണ്ട്. അതിന് പക്ഷേ പൈസ കൊടുക്കണം, കോംപ്ലിമെൻ്ററി അല്ല. മറ്റേത് കോംപ്ലിമെൻ്ററി ആണ്. സോ ഞാൻ എന്തൊക്കെയോ അവിടെ നിന്ന് പറയുന്നത്, എനിക്ക് തന്നെ ഒരു ഇതില്ല, ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ, ഭയങ്കര രസമുണ്ട്. അപ്പം ഞാനാണെങ്കിൽ അമ്മേനെയൊക്കെ വിളിച്ചു. ബിക്കോസ് അമ്മേനെ വിളിച്ചിട്ട് സേഫാന്ന് പറയണം. അവിടെ നിന്ന് പോകുന്നായിരുന്നു. അപ്പം അമ്മയും വെയിറ്റിംഗ് ആയിരുന്നു. അങ്ങനെ അതെൻ്റെ ബാഗ്സും കാര്യങ്ങളൊക്കെ. വാഷ്റൂമിൽ വന്ന് കുളിക്കണം. വാഷ്റൂം എനിക്ക് കണ്ടിട്ടും ലൈക്ക് ഐ റിയലി വോണ്ട് ടു come and see again and again. So nice actually. So normal amenities like matcha flavored soap and shampoos ഒക്കെ ഉണ്ടായിരുന്നത്. സോ ബാത്റൂം, ബാത്ത് ടബ്, അതാണ്. അവിടെ ഒരു കുഞ്ഞു മിററും കൂടി ഉണ്ട്. അപ്പോൾ അത് കുറച്ചും കൂടി ക്യൂട്ടായിട്ടോ. ഐ ലൈക്ക് ഇറ്റ് ദാറ്റ്. ഞാൻ അവിടെ എൻജോയ് ചെയ്തു. ദെൻ ഒരു ഷവർ പ്ലേസ് ഓൾറെഡി കാണിച്ചതാണ്, എന്നാലും ഞാൻ പിന്നെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഷവറിൻ്റെ ആ മേലത്ത് ഇതൊക്കെ നല്ല രസമാണ് കേട്ടോ. പിന്നെ ഇതറിയാലോ, നേരത്തെ കാണിച്ചു തന്നെയാണ് ടോയ്ലറ്റ്. അന്നേരം കാണിച്ചപ്പോൾ ലൈറ്റ് ഇല്ലായിരുന്നു. ഇപ്പം ലൈറ്റൊക്കെ ഇട്ടിട്ടാണ് കാണിച്ചത്. സോ എന്തായാലും അത് തീരുമാനിച്ചു, നമ്മളെല്ലാവരും തീരുമാനിച്ചു ലൈക്ക് ബാത്ത് ടബും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻജോയ് ചെയ്യണം. അവിടെ ഇനിയും നമുക്ക് ആക്സസ് ഉണ്ടായിരുന്നു, പക്ഷെ നമുക്ക് ലിമിറ്റഡ് ടൈം ആയതുകൊണ്ട് നമുക്ക് കൂടുതലൊന്നും ചെയ്യാൻ പറ്റിയില്ല. നമുക്ക് ഉറക്കം വരുന്നുണ്ടായില്ല. പക്ഷെ നമ്മൾ പ്രഷറൈസ് ചെയ്ത് നമ്മുടെ സെൽഫിനെ ലൈക്ക് ഉറങ്ങിയില്ലെങ്കിൽ ശരിയല്ല, ഉറങ്ങണം, അല്ലെങ്കിൽ അടുത്ത ഫ്ലൈറ്റ് ചെയ്യാനുള്ള എനർജി ഉണ്ടാവില്ല. പിന്നെ ഇതാണ്. പിന്നെ കുറച്ചും കൂടെ കഴിഞ്ഞിട്ടുള്ള വ്യൂ പുറത്തോട്ട് നോക്കുമ്പോൾ ഭയങ്കര ഡെസേർട്ട് പോലത്തെ സ്ഥലങ്ങൾ കുറേ ഉണ്ട് കേട്ടോ, വെറുതെ കിടക്കുന്ന സ്ഥലങ്ങൾ. പിന്നെ കുറേ സ്ട്രക്ചേഴ്സ് അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. പിന്നെ ആ കാണുന്നതെല്ലാം വൈറ്റ് കളർ ബിൽഡിങ്സ്. ഞാൻ പറഞ്ഞില്ലേ, കൺട്രിയിൽ ഫുൾ വൈറ്റ് കളർ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ ബിൽഡിങ്സിനൊക്കെ. പിന്നെ ഇതെല്ലാം ബിൽഡിങ്സ് ആണോ, കുറേ ഉണ്ട് അവിടെ. പക്ഷെ ഇവിടെ എങ്ങും ഞാനിങ്ങനെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന, അതായത് കൺസ്ട്രക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിൽഡിങ്സ് ഒന്നും കണ്ടിട്ടില്ല കേട്ടോ. ഇത് ഫുള്ളും പണിത് കഴിഞ്ഞ ബിൽഡിങ്സൊക്കെയാണ് കാണുന്നത്. ഹലോ. സോ മേക്കപ്പൊക്കെ റിമൂവ് ചെയ്തു. സോ നെക്സ്റ്റ് ഒന്ന് സ്കിന്ന് സെറ്റാക്കാം ആൻഡ് കിടന്നുറങ്ങാം. അതിന് ആക്ച്വലി ഞാൻ സെൻറ്റിലാണ് ഇപ്പോൾ കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് ആക്ച്വലി ട്രാവൽ കിറ്റാണ്. സോ ഇറ്റ്സ് ഈസി. ഇതിൻ്റെ ഒരു ടോണിക് വാട്ടർ യൂസ് ചെയ്യും. സോ ഇറ്റ്സ് ടോണർ ഇസ് ഗുഡ്. പിമ്പിൾസ് വരാണ്ടിരിക്കാൻ നല്ലതാണെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് somehow ഇറ്റ്സ് ഓക്കെ. ദെൻ ഞാൻ വേറെ ക്രീമാണ് യൂസ് ചെയ്യുന്നത്. സോ ട്രാവൽ ചെയ്യുമ്പോൾ ഇതിൻ്റെ തന്നെ ഒരു സൂത്തിങ് ക്രീമുണ്ട്. സോ it's nice actually somehow. I'm using this. അത് കഴിഞ്ഞ് കിടന്നുറങ്ങണം. ഇന്ന് വൈകുന്നേരം തന്നെ എഴുന്നേൽക്കണം. ഇന്ന് വൈകുന്നേരം തന്നെയാണ് ഫ്ലൈറ്റ് ഉള്ളത്. ഡിലേസ് ഒന്നും ഇല്ലെങ്കിൽ, ദുബായിൽ വലിയ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ നമ്മൾ അവിടെ ലാൻഡ് ചെയ്യും.
സോ കിടന്നുറങ്ങണം. ഉറങ്ങാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഐ എം റിയലി എക്സൈറ്റഡ് ബിക്കോസ് ഐ റിയലി ലവ് ദിസ് കൺട്രി, തുർക്ക്മെനിസ്ഥാൻ. അമേസിങ് പ്ലേസ് ആക്ച്വലി. ഇവിടെ ഫുൾ ബിൽഡിങ്സ് എല്ലാം വൈറ്റാണ്. ലൈക്ക് ഫുൾ എല്ലാ ബിൽഡിങ്സും വൈറ്റ് കളറാണ്. പിന്നെ ഇൻ കേസ് ഒരു വീട് പോലെയാണെങ്കിൽ അതിൻ്റെ റൂഫൊക്കെ ഗ്രീൻ കളറാണ്. ആൻഡ് ഇവിടെ കുറേ കാര്യങ്ങളൊക്കെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും, ഇവിടുത്തെ ഗവൺമെൻറ്. പിന്നെ ഞാൻ അറിഞ്ഞത് വെച്ച് ഇവിടെ ടൂറിസം അവരങ്ങനെ അവരുടെ ടൂറിസ്റ്റ് വിസ ഒന്നും ആർക്കും അധികം അങ്ങനെ കൊടുക്കാറില്ല. ഭയങ്കര ഹാർഡാണ് ടൂറിസ്റ്റ് വിസ കിട്ടാൻ. ബട്ട് ലക്ലി ഐ ഗോട്ട് ഇറ്റ്. നമ്മുടെ ഫ്ലൈറ്റിന് ആക്ച്വലി ഇവിടെ ലേ ഓവർ ഇല്ല ഡ്യൂ ടു ദിസ് കറണ്ട് സിറ്റുവേഷൻ ആയതുകൊണ്ട് നമ്മുടെ ഫ്ലൈയിങ് അവേഴ്സ് ഭയങ്കര, അതായത് ഇത് നമ്മൾ ഫ്ലൈ ചെയ്യുന്ന ദുബായിന് ഇറാൻ്റെ മേലിൽ കൂടി ആയിരുന്നു. ഡ്യൂ ടു സിറ്റുവേഷൻ നമുക്ക് പോകാൻ പറ്റാത്തതും നമുക്ക് ഇറങ്ങി വരുന്ന ഒരു പ്രശ്നം കൊണ്ട് നമ്മുടെ ടൈം കുറച്ച് മാറ്റിയപ്പോൾ കുറച്ച് സമയം ഇവിടെ ലേ ഓവർ കിട്ടി. സോ ദുബായിൽ വേറെ പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ ഐ നീഡ് ടു wake up in the evening. I don't know I can able to sleep or not. Anyway, let's see. Good night. So let's get ready for flight. Okay. So സ്കിൻ പ്രിപ്പ് കഴിഞ്ഞു. ഒരു ടോണർ യൂസ് ചെയ്തു സെൻറ്റിലയുടെ. പിന്നെ അതിൻ്റെ തന്നെ ഒരു സൂത്തിങ് ക്രീമോ. ഇനി എനിക്ക് സൺസ്ക്രീൻ യൂസ് ചെയ്യണം. പിന്നെ പ്രൈമർ യൂസ് ചെയ്യണം. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. സോ ഇതാണ് സൺസ്ക്രീൻ. ബ്യൂട്ടി ഓഫ് ജോസിൻ്റെ സൺസ്ക്രീനാണ്. സോ ലെറ്റ്സ് അപ്ലൈ. സോ അടുത്തത് ഞാൻ വിചാരിച്ചു എൻ്റെ ലിപ് ടിൻറ്റ് NYXൻ്റെ ലിപ് ടിൻറ്റ് ഉണ്ട്. സോ ഇത് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഇത് യൂസ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ തന്നെ, അതായത് മേക്കപ്പ് എല്ലാം കഴിയുമ്പോഴത്തേനും വൈപ്പ് ഔട്ട് ചെയ്ത് ആ ടിൻറ്റ് ഉണ്ടാവും. ഒരു ലിപ് ഗ്ലോസും കുറച്ച് ലിപ് ലൈനറും കൂടി കൊടുത്ത് അത് ഫുൾ ഫ്ലൈറ്റ് അതങ്ങനെ നിൽക്കും. പിന്നെ ജസ്റ്റ് ഒന്ന് ലിപ് ബാം ഇടയ്ക്കൊന്ന് ഇട്ട് കൊടുത്താൽ മതി. സോ ലെറ്റ് മീ അപ്ലൈ ദിസ്. ഓക്കെ. സോ ഇതാണ് ലിപ് ടിൻറ്റ്. ഇപ്പോൾ കാണുമ്പോൾ ഭയങ്കര ബ്രൈറ്റ് കളറായിട്ട് ഫീൽ ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ തുടങ്ങും ഇറ്റ് വിൽ ബി നൈസ്. ദെൻ ഇതൊരു പ്രൈമറാണ്, സെഫോറയുടെ സ്മൂത്ത് പ്ലസ് ബ്ലർ. ആക്ച്വലി ഇതൊരു ലിറ്റിൽ ടിൻറ്റഡും കൂടെയാണ്. ഇറ്റ് വാസ് ഫൈൻ ആക്ച്വലി. ഐ എം യൂസിങ് ഇത്ര നാളായി, കുറേ നാളായി. ഇറ്റ്സ് റിയലി ഇറ്റ്സ് ഫൈൻ ആക്ച്വലി. സോ ലെറ്റ് മീ ട്രൈ ദാറ്റ്. സോ ടിൻറ്റഡാന്ന് പറഞ്ഞില്ലേ, സോ ഈ ഒരു ഷെയ്ഡാണ് വരുന്നത്. അതായത് ഫൗണ്ടേഷനൊക്കെ പോലെ തോന്നും, പക്ഷെ ഭയങ്കര ടിൻറ്റഡല്ല, ഒരു ലൈറ്റ് ടിൻറ്റഡാണ്. പ്രൈമറിൻ്റെ സ്റ്റെപ്പ് കഴിഞ്ഞു. സോ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഒരു ലൈറ്റ് ടിൻറ്റഡ് ആയതുകൊണ്ട് ഇങ്ങനെ തോന്നും. ബട്ട് എനിക്ക് ഇങ്ങനെയൊക്കെ പോകാൻ ഇഷ്ടമാണ്. ബട്ട് കുറേ നേരം ഫ്ലൈറ്റിനകത്ത് കഴിയുമ്പോൾ ഓക്സിഡൈസ് ചെയ്യും. പിന്നെ എൻ്റെ ഭയങ്കര ഓയിലി സ്കിന്നാണ്. സോ ഇതൊക്കെ അബ്സോർബ് ചെയ്യും. സോ അപ്പോഴത്തേനും ഒരു ഡൾനെസ് ഫീൽ ചെയ്യും ഫേസിൽ. അപ്പോൾ ലോങ് ഫ്ലൈറ്റ്സ് ഒക്കെ ആണെങ്കിൽ, ലോങ് ഫ്ലൈറ്റ്സ് എന്നല്ല, സോ ഫ്ലൈറ്റിലുള്ള ടൈമിൽ ഞാൻ ആക്ച്വലി ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യും. ഈ ഫൗണ്ടേഷനല്ല, ഞാൻ ടിൻറ്റ് യൂസ് ചെയ്യണം, സെഫോറയുടെ റിവീൽ ദ റിയൽ. സെഫോറയുടെ ഒരു ടിൻറ്റാണ്. അതിൻ്റെ ഷെയ്ഡ് ഏതാണെന്ന് വെച്ചാൽ 2220Y മീഡിയം. സെഫോറയുടെയാണ്. ലെറ്റ്സ് സീ. സോ ആക്ച്വലി ഞാൻ ഇത്ര ഇടാറില്ല ബിക്കോസ് അതിൻ്റെ അറ്റത്തുനിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. സോ അങ്ങനെ ഇങ്ങനെ ഇട്ട് നോക്കിയതാ. ലെറ്റ്സ് സീ. അപ്ലൈ ചെയ്യട്ടെ ഫേസിൽ ഓൾ ഓവർ. ബട്ട് ഇത് ഫുൾ കവറേജ് അല്ല. ഐ ഹാവ് ലോട്ട് ഓഫ് കാണാൻ പറ്റുന്നുണ്ടെന്നുള്ള കുറേ മാർക്സ് ഉണ്ട് എൻ്റെ ഫേസിൽ, പിമ്പിൾസ് വന്നതിൻ്റെ. സോ എനിക്ക് കുറച്ച് കൺസീലർ ഇട്ടേണ്ടി വരും. നോക്കട്ടെ. സോ ഞാൻ യൂസ് ചെയ്യുന്ന കൺസീലർ സെഫോറയുടെ ബെസ്റ്റ് സ്കിൻ എവർ എന്ന് പറഞ്ഞ കൺസീലറാണ്. അത് യൂസ് ചെയ്തു. ആഫ്റ്റർ ദാറ്റ് കോമ്പാക്ട് പൗഡർ ഇടണം. ഇറ്റ്സ് നോട്ട് കോമ്പാക്ട് പൗഡർ, ലൈക്ക് അത് സെറ്റിംഗ് പൗഡർ, സെറ്റായിട്ടിരിക്കാൻ വേണ്ടി ഒരു സെറ്റിംഗ് പൗഡർ യൂസ് ചെയ്യണം. ദെൻ ഐബ്രോ. ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് പൗഡർ ദ പോർ പ്രൊഫഷണൽ ബെനിഫിറ്റ്സിൻ്റെയാണ്. സോ ഇറ്റ്സ് നൈസ് ആക്ച്വലി. ഇതും ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നത്. എക്സാക്ട്ലി പറയുവാണെങ്കിൽ ലാസ്റ്റ് നവംബർ. ദിസ് ഈസ് മാർച്ച്. സോ ഇത്ര നാൾ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അതൊരു 1 month എനിക്ക് മേക്കപ്പ് ചെയ്യേണ്ട ആവശ്യം വന്നില്ല ബിക്കോസ് ഓഫ് ഐ വാസ് ഓൺ ലീവ്. സോ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സോ ഇത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യട്ടെ. യൂസ് ചെയ്യുന്ന ഒരു ഐബ്രോ സെറ്ററാണ്. ഇവിടെ എനിക്ക് ഭയങ്കര കാര്യമായിട്ട് ഐബ്രോ ജെല്ല് യൂസ് ചെയ്യാൻ അറിയില്ല, സെറ്റ് ചെയ്യാൻ. ബട്ട് പെൻസിലാണെങ്കിൽ ഐ വിൽ യൂസ് ഇറ്റ് നൈസ്ലി. ലെറ്റ് മീ ട്രൈ. ഇത് വർക്കായില്ല എന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഫുൾ മേക്കപ്പ് കൊള്ളാവും. ബട്ട് റിസ്ക് എടുക്കുകയാണ് ഞാൻ.
ലെറ്റ്സ് സീ. എനിക്ക് എന്തായാലും ഇത് ചെയ്ത് പഠിക്കണം. ബിക്കോസ് ആരെങ്കിലും ചെയ്തു തരുവാണെങ്കിൽ ഇറ്റ്സ് റിയലി നൈസ് ആക്ച്വലി ചെയ്തു തരുന്ന സമയത്ത്. സോ എനിക്കത് പഠിക്കണം. ലെറ്റ് മീ ട്രൈ. ഇതാണ് ബെനിഫിറ്റ്സിൻ്റെ ഐബ്രോ 24 hours സ്റ്റേ ചെയ്യും സെറ്റർ കൈൻഡ് ഓഫ് സ്മോൾ ജെൽ ലിക്വിഡ് ജെൽ. ഓക്കെ, ഐബ്രോ അങ്ങനെ ഏതാണ്ട് സെറ്റായി. പക്ഷെ ക്ലിയർ ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ കുറേ പണി വിട്ടു. ഐ എം ഡൺ ആക്ച്വലി. എനിക്ക് ഇതിൽ കൂടെ ചെയ്യാൻ പറ്റില്ല. സോ ലെറ്റ്സ് ഗോ ഫോർ ഐ മേക്കപ്പ്. സോ ഐ ജസ്റ്റ് ഐലൈനർ എഴുതി കൊടുത്തു. എൻ്റെ ഐലൈനർ ഞാൻ എപ്പോൾ എഴുതിയാലും രണ്ടായും ഡിഫറെൻ്റ് ആയിരിക്കും. വെരി റെയർലി അത് മാച്ച് ചെയ്ത് വരും. അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് അങ്ങനെ സംഭവിച്ചില്ല. ഇത് ഡാസ്ലറിൻ്റെ ഐലൈനർ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന്. ഇത് തീർന്നിട്ട് പുതിയത് മേടിക്കാണ്ട് ഇത് തീരുന്നില്ല, കുറേ നാളായി. സോ വാട്ടർ പ്രൂഫ് ഐലൈനർ ആണ്. ഇറ്റ്സ് ഓക്കെ, ഫൈൻ. ഇത് മസ്കാരയാണ് ആക്ച്വലി. ഇതെനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയതാണ്. ഇത് ബ്രാൻഡ് ലോഡിറ്റ്, ബ്യൂലീസ് ലോഡിറ്റ്. റിയലി എനിക്ക് കറക്റ്റായിട്ട് ഇത് ഏതാണെന്നറിയില്ല. ഇത് ഇസ്താൻബുളിൽ നിന്ന് എൻ്റെ ആക്ച്വലി മാനേജർ, ലാസ്റ്റ് എക്സ് മാനേജർ, പുള്ളിക്കാരൻ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. സംതിങ് ഐ ഡോണ്ട് നോ ദിസ് ബ്രാൻഡ് ആക്ച്വലി, ബട്ട് ഇറ്റ്സ് റിയലി വർക്ക് നൈസ്ലി. സോ മസ്കാര ഇട്ടിട്ട് ഇങ്ങനെ ഇട്ട് നോക്കാം. വരുമ്പോൾ എത്രത്തോളം ഡിഫറൻസ് വരുന്ന ഈ ഐ കാണിച്ചു തരാം. സോ ഈ ഐയിൽ മസ്കാര ഇട്ടിട്ടില്ല, ബട്ട് ലുക്ക് അറ്റ് ദിസ് ഐ. ഇതിനായിട്ട് മസ്കാര ഇട്ടിട്ടുണ്ട്. ഒരു ലാഷസ് ഇട്ടതിൻ്റെ ഒരു ഫീൽ കിട്ടും. കാണാൻ പറ്റുന്നുണ്ടോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല. സി, രണ്ട് ഐ കഴിഞ്ഞു. മസ്കാര ഇട്ടു. മസ്കാര ഇടുമ്പോൾ തന്നെ ഒരു വോളിയം ഫീൽ ചെയ്യും. കുറച്ചും കൂടെ കണ്ണ് ഭയങ്കര വലുതായിട്ട് ഫീൽ ചെയ്യും. പിന്നെ വലിയ മേക്കപ്പിൻ്റെ കാര്യമില്ല, അതാണ് ഞാൻ ചെയ്യാറ്. പിന്നെ ചെറുതായിട്ടൊന്ന് ബ്ലഷ് ഇടുക. ബിക്കോസ് ഇന്ന് നമ്മൾ ഫൗണ്ടേഷൻ ഇടാത്തതുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ ഭയങ്കര ഡള്ളായിട്ട് ഫീൽ ചെയ്യേണ്ടി. കുറച്ച് ബ്ലഷും കാര്യങ്ങളൊക്കെ ഇടുമ്പോഴത്തേനും അവിടെ ഇരുന്നോളൂ. കാരണം നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് നമ്മുടെ ഓഫീസിലോട്ട് പോകണം. സൗണ്ടൊന്നും പറ്റി ഡീബ്രീഫിങ്. സോ അപ്പോൾ അവിടെ നമ്മുടെ മാനേജേഴ്സ് എല്ലാവരും ഉണ്ടാവും, സീനിയേഴ്സ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ പോകുമ്പോൾ ഇങ്ങനെ ഉറക്കം തൂങ്ങി സ്കിന്നിൽ മേക്കപ്പ് ഒന്നും അധികം ഇല്ലാണ്ട് പോകുമ്പോൾ ദേ വിൽ നോട്ട് യൂസ്. ഇതാണെങ്കിൽ കുറച്ച് എന്തെങ്കിലും കൂടെ ഓ ഷി ഡൺ സംതിങ് ചെറിയ ഫീല് അങ്ങനെ. സോ ഞാനിടാൻ പോകുന്ന ബ്ലഷ് ഇതും സെഫോറയുടെ തന്നെയാണ്. സെഫോറ പ്രൊഡക്ട്സ് എനിക്ക് കുറേ യൂസ് ചെയ്യുന്നു. ഇത് ഏതാ ബ്ലഷ് എന്ന് വെച്ചാൽ എനിക്കറിയാം. കളർഫുൾ ഫേസ് പാലറ്റ് കളർഫുൾ ഒരു 4 ഷെയ്ഡ്സ് വരുന്നുണ്ട്. ഈ 2 താഴത്തുള്ള ബ്ലഷാണ്. ഇത് ഹൈലൈറ്റർ, ഇത് കോൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതും ഒരു ലിപ്സ്റ്റിക്കും കൂടി ഒരു പാക്കേജായിട്ട് ഞാൻ മേടിച്ചു തന്നു. ലിപ്സ്റ്റിക്ക് ഞാൻ 2 times എന്താ യൂസ് ചെയ്തത്, ഞാൻ യൂസ് ചെയ്തില്ല. ബിക്കോസ് നമ്മൾ യൂസ് ചെയ്യാത്ത കൈൻഡ് ഓഫ് ഷെയ്ഡാണ്. ബട്ട് ഒന്നുമില്ലെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാം എന്നുള്ളൊരിതാണ്. സോ ലെറ്റ് മീ പുട്ട് ദീസ്. സോ ബ്ലഷ് ഇട്ടു. കാണാൻ പോലും ഇല്ലയെന്ന് എനിക്കറിയാം. ചെറുതായിട്ട് അത്രക്ക് ചെറുതായിട്ട് മതി. അങ്ങനെ എൻ്റെ ഫേസ് മേക്കപ്പ് എല്ലാം കഴിഞ്ഞിരിക്കുന്നു. സ്പ്രേ എടുത്തുകൊണ്ട് വന്നില്ല, സെറ്റിംഗ് സ്പ്രേ. സോ അതുകൊണ്ട് ഇങ്ങനെയായിരിക്കും. പിന്നെ ഒന്ന് ഹെയർ ചെയ്യാം. ഹെയർ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് ബൺ ചെയ്യാം, കുറച്ച് ക്രീം തേക്കാം. ബിക്കോസ് പറന്ന് നടക്കുന്ന മുടിയാണ് ഈ കാണുന്നത്. ഒന്ന് സെറ്റാകാൻ വേണ്ടി കഴിഞ്ഞു. ഇതാണ് മേക്കപ്പ്. ലെറ്റ്സ് ഹെയറും കൂടെ ഒന്ന് നോക്കട്ടെ, എന്നിട്ട് അഴിച്ചു വരുന്ന. ഞാനിപ്പോൾ എൻ്റെ കാണ്ടൂൻ്റെ കുറച്ച് ക്രീം ഇരിപ്പുണ്ടായിരുന്നു, കോൾസൊക്കെ പോയി. ബിക്കോസ് ഞാൻ അത്ര ഉണങ്ങിയിട്ടുണ്ടായില്ല ഹെയർ. അത് ടൈ അപ്പ് ചെയ്തുകൊണ്ട് പിന്നെ അത് ലൈക്ക് ബൺ ചെയ്തുകൊണ്ടാണ് അതങ്ങനെ കേൾസ് പോയത്. ബട്ട് ഇറ്റ്സ് ഓക്കെ. പക്ഷേ ഇത് എൻ്റെ കാണ്ടൂൻ്റെ ഷിയ ബട്ടർ മോയ്സ്ചറൈസിങ് കേൾ ആക്ടിവേറ്റർ ക്രീം. ആക്ച്വലി ഈ ഒരു ക്രീം ഞാൻ കേളിങ്ങിൻ്റെ ഇതിന് വേണ്ടി മേടിച്ചതാണ്. ബട്ട് എനിക്കങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. മേ ബി ഉപയോഗിക്കാൻ വലിയ കാര്യമായിട്ട് അറിയാത്തതുകൊണ്ടായിരിക്കാം. എനിക്ക് അല്ലാണ്ട് വെറുതെ ഇട്ട കേൾസ് വരും. സോ ഐ ലൈക്ക് ദാറ്റ് വൺ. സോ ഇപ്പം ഞാൻ ഇത് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പൊങ്ങി നിന്ന് മുടിയൊക്കെ ഒന്ന് ശാന്തമാവാൻ വേണ്ടി ഈ ക്രീം യൂസ് ചെയ്യുന്നത്. കുറച്ച് എടുക്കും, കുറച്ച് വാട്ടറായിട്ട് മിക്സ് ചെയ്യും, ദെൻ അപ്ലൈ ചെയ്യും.
സോ അങ്ങനെ വലിയ ഇതില്ലാണ്ട് അങ്ങനെ നിന്നോളൂ. സോ യാ, ഇനി ടൈ ചെയ്ത് കഴിഞ്ഞിട്ട് കാണിക്കാം. ഹെയർ ചെയ്തു, മുടിയൊക്കെ ഇവിടെ പൊങ്ങി നിൽക്കുന്നുണ്ട്, പക്ഷെ അവസാനം കുറച്ചും കൂടി ക്രീം ഇടുന്ന സെറ്റാണ്. സോ യാ, ഇത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ഇനി പോണി കെട്ടണം, എന്നിട്ട് അത് ബൺ ചെയ്യാം. ഞാൻ ആക്ച്വലി ഡോണറ്റ് യൂസ് ചെയ്യുന്നില്ല, നോർമൽ ഹെയർ കൊണ്ട് തന്നെ ബൺ ചെയ്യാണ്. somehow it stays nicely. സോ മേക്കപ്പ് കഴിഞ്ഞു, ഹെയർസ് എല്ലാം ഭയങ്കര നീറ്റായിട്ട് ഇരിക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹാഫ് ലൈറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ദെൻ ദിസ് ഇസ് മൈ മേക്കപ്പ്. ലിപ്പൊന്നുമില്ല, ജസ്റ്റ് തുടയ്ക്കും, ദെൻ ലിപ് ഗ്ലോസ് ഇടും, സെയിം ലൈക്ക് ദിസ്, അത്രയേ ഉള്ളൂ. ഞാൻ പാക്ക് ചെയ്തിട്ട് പോകാൻ വേണ്ടി. ആകെ 2-3 വണ്ടിയേ ഉള്ളൂ. ഇതൊരു ഇവിടുത്തെ ബസ്സാണ്, വൈറ്റ് കളർ. ദെൻ 1 കാർ റിവേഴ്സ് ഇരിക്കുന്നു, അനാദർ കാർ, എല്ലാം വൈറ്റ് കളറാണ്. ഇവിടെ വേറെ ഒന്നുമില്ല റോഡിൽ. 3-4 കാർസ്, ദാറ്റ്സ് ഇറ്റ്. ഈ ആൾക്ക് വഴി തെറ്റി, ആളും റിവേഴ്സ് എടുക്കുക. അപ്പം അത് ലിറ്റിൽ കൺഫ്യൂഷൻ ആളുടെ അവർക്ക്. ബാക്കി ആ കാണുന്ന വൈറ്റ് എല്ലാം ലാംപ്സ് ആണ്, സ്റ്റാൻഡ് പോലുള്ള ഇതുപോലത്തെ ലാംപ്സ് ആണ് അവിടെ ഫുൾ. ഇത് കഴിഞ്ഞാൽ പിന്നെ ഫുൾ വൈറ്റ് ബിൽഡിങ്സ്. There is some different color car is coming, which is kind of ash color. Ash പോലത്തെ ബട്ട് വൈറ്റ് ആണ്, ഭയങ്കര സിൽവർ, സോറി ആഷ് സിൽവർ കളറാണെന്ന് തോന്നുന്നു. There is no vehicle at all. Interesting. See, yellow white color. Everything in white color. കാറിന് എന്ത് പറ്റിയ കാർ അവിടെ സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ടല്ലോ. ഓക്കെ, ഭയങ്കര റയറാണല്ലോ ഈ റൂട്ടിൽ കാറ്. മേ ബി ദുബായിൽ നിന്ന് വന്നുകൊണ്ടായിരിക്കാം, ഇങ്ങനെ റോഡ് എം ടി കിടക്കുന്നുണ്ടായിരിക്കാം, അങ്ങനൊരു തോന്നൽ. ഫൈനലി going from Turkmenistan. This is the overall look. Bye bye. അങ്ങനെ ഹോട്ടലിൽ നിന്ന് ബൈ പറഞ്ഞു നമ്മൾ ഇറങ്ങി. ഈവനിങ് ടൈമായിരുന്നു, ഫ്ലൈറ്റ് കുറച്ച് നേരം കൂടെ ഡിലേ ഉണ്ടായിരുന്നു. പക്ഷെ പോർക്കുന്ന സമയത്ത് ചെറിയൊരു വിഷമം, ലൈക്ക് റൂമും ഹോട്ടലും ഒക്കെ മിസ് ചെയ്യുന്ന പോലെ കുറച്ച് നേരം നിന്നുള്ളൂ. ചെറിയൊരു മിസ്സിങ്. പക്ഷെ നമ്മൾ പോകുന്ന സമയത്തും ഏകദേശം സ്കൈസൊക്കെ ഇതുപോലൊക്കെ തന്നെയായിരുന്നു. വരുന്ന സമയത്തും പോകുമ്പോഴും ഓൾമോസ്റ്റ് ഇങ്ങനെയൊക്കെ തന്നെ ഇരുട്ടായി തുടങ്ങുന്നു. അതായത് അവിടുത്തെ വൈകുന്നേരങ്ങളിലായി. അങ്ങനെ നമ്മളിങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇത് വേറെ റൂട്ടാണെന്ന് തോന്നി നമുക്ക്. സിഗ്നൽസൊക്കെ അത്യാവശ്യം കിട്ടുന്നുണ്ട് അവിടെ, കുറേ സിഗ്നലുണ്ട്. ട്രാഫിക് ലൈറ്റ്സും കാര്യങ്ങളും കുറേ ഉണ്ട്. എനിക്ക് തോന്നുന്നു ട്രാഫിക് കൺട്രോൾ ചെയ്യുന്നതാണെന്ന് തോന്നുന്നു. ലൈക്ക് നല്ല രസമുള്ള കുറേ സ്ഥലങ്ങൾ പിന്നെയും കണ്ടു. ആ സ്കൈ ഭയങ്കര ഇഷ്ടമായി. സ്കൈ ബ്യൂട്ടിഫുള്ളായിരുന്നു. ലൈക്ക് നല്ല ഭംഗിയുണ്ട് കാണാൻ. കുറച്ചും കൂടെ വണ്ടി, അതായത് രാവിലെ വന്നപ്പോൾ കണ്ടതിനേക്കാളും കൂടുതൽ കുറച്ചും കൂടെ വണ്ടികളുണ്ടായിരുന്നു. പിന്നെ കുറച്ചും കൂടെ നമുക്ക് ലൈറ്റ് കിട്ടുന്നുണ്ട്. ഡേ ലൈറ്റിൻ്റെ ഒരു ഇതും കൂടെ കിട്ടുന്നുണ്ട്. മറ്റേത് ഡാർക്കിൽ നിന്ന് ലൈറ്റായിട്ട് വരുന്നത്, ലൈറ്റിൽ നിന്ന് ഇപ്പോൾ ഡാർക്ക് രാത്രി ആവുന്നതുകൊണ്ട് അതിൻ്റെ ഒരു ഇത്. ബിൽഡിങ്സിൻ്റെയൊക്കെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കുറച്ച് കണ്ടു. ഭയങ്കര വലിയ ബിൽഡിങ്സാണ് ഇതൊക്കെ കാണുമ്പോൾ, ഭയങ്കര ഹ്യൂജാണ്. നമ്മളിങ്ങനെ വായി പിടിച്ചേക്കും. അങ്ങനെ കുറേ എന്തൊക്കെയോ ഷോപ്പുകളാണോ എന്തിൻ്റെയെങ്കിലും എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല. അവരുടെ ലാംഗ്വേജ് ആയതുകൊണ്ട് നമുക്കൊന്നും വായിക്കാനും പറ്റുന്നില്ല. ബട്ട് ഭയങ്കര മിസ്സിങ്ങും പിന്നെ ചെറിയൊരു എക്സൈറ്റ്മെൻറ്റും സങ്കടവും ഒക്കെ കൊണ്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങി. നമ്മളപ്പോൾ തിരിച്ചു പോകുമ്പോഴൊക്കെ നമ്മളെല്ലാം ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കണമായിരുന്നു. അപ്പോൾ AC ചെറുതായിട്ട് റൂമിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതിൻ്റെ ഒരു ഉറക്കം ചെറുതായിട്ട് ക്ലിയർ
ക്ലിയർ ആയിട്ടുണ്ടായില്ല. പിന്നെ എല്ലാവരും കുറച്ച് മണിക്കൂർ ഉറങ്ങിയുള്ളൂ. നമ്മളിപ്പോൾ ബോഡിയുടെ അടുത്ത് ഉറങ്ങ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉറങ്ങില്ലല്ലോ. നമ്മൾ ഓൾറെഡി ഹോട്ടലിൽ എത്തിയപ്പോൾ 4:44 എന്തോ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് ഹോട്ടലിലൊക്കെ എത്തിയപ്പോൾ തന്നെ 7:30 കഴിഞ്ഞു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു വീട്ടിലേക്ക് വിളിച്ച് കിടന്നപ്പം ഞാൻ ആക്ച്വലി ഒരു 11 to 4 വരെയാണ് കിടന്നത്. അതിൽ കൂടുതൽ പിന്നെ കിടക്കാൻ പറ്റിയില്ല. പിന്നെ ഫുഡ് കഴിച്ച് എന്താണെന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഹോട്ടലിൽ നിന്ന് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇപ്പം എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി കപ്പ് നൂഡിൽസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഭയങ്കര കോഫി ടീ ഒക്കെ നന്നായിട്ട് കുടിക്കും. അപ്പോൾ കോപ്പിക്കൂടെ ഒരു ചെറിയ സാഷേ പാക്കറ്റ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു 3 in 1 അതൊക്കെ കൊണ്ട് കുടിച്ചു കഴിച്ചു. അതൊന്നും കുഴപ്പമില്ല. അവിടത്തേക്ക് എന്തൊക്കെയോ ബിൽഡിങ്സാണ്. എല്ലാം ഭയങ്കര നീറ്റായിട്ടോ അവർ വെച്ചിരിക്കുന്നത്. ഇവൻ മരങ്ങളും ചെടികളൊക്കെ ആണെങ്കിൽ വെട്ടി ഭയങ്കര സെറ്റാക്കി. അവിടെ ലൈക്ക് ഒരു റോയൽ ലുക്ക്, നമ്മുടെ പണ്ടത്തെ രാജകീയമായ സംഭവങ്ങളൊക്കെ ഇല്ലേ. ഈവൻ സ്ട്രീറ്റ് ലാമ്പിൽ പോലും അത്രയും ഡിസൈൻസൊക്കെ വെച്ചാണ് അവർ വെച്ചിരിക്കുന്നത്. ബിൽഡിങ്സൊക്കെ എന്തൊക്കെയോ അവരുടെ എന്തോ വലിയ ഇതൊക്കെയാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. പാർലമെൻറ്റൊക്കെ അങ്ങനത്തെ എന്തോ തോന്നുന്നു, അറിയില്ല കേട്ടോ, ജസ്റ്റ് ഗസ്സിങ് ആണ് ഇതൊക്കെ. ഈ ബിൽഡിങ് നമ്മുടെ പിസ്സ ഗോപുരം അതിൻ്റെയൊക്കെ ഒരു ചെറിയ ഒരു ഇതുള്ള പോലെ ഫീൽ ചെയ്യുന്നു. അവിടെ കുറേ ഇതുപോലെ ലൈക്ക് ഇമിറ്റേറ്റ് ചെയ്തുണ്ടാക്കി വെച്ചിരിക്കുന്ന കുറേ ഇതുണ്ട്. ബുർജ് അൽ അറബ് ഹോട്ടൽ എന്ന് പറഞ്ഞില്ലേ, അതുപോലെ കുറച്ച് സാധനങ്ങൾ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. മറ്റുള്ള കൺട്രിയിൽ നിന്ന് ഇൻസ്പയർഡ് ആയതുകൊണ്ട് അവരുണ്ടാക്കി വെച്ചിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ ഇവിടെയൊന്നും ഞാൻ പാർക്കിംഗ് കണ്ടിട്ടില്ല. വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്ന ഒരു സ്ഥലം കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു മേ ബി ഈ കാണുന്ന ബിൽഡിങ്സിൻ്റെ അടിയിലായിരിക്കാം ഒരു പാർക്കിംഗ് സ്ലോട്ട് കൊടുത്തിരിക്കണേന്ന് തോന്നുന്നു. ബിക്കോസ് എൻ്റെ ആ കുറച്ച് ടൈം ട്രാവൽ ചെയ്തതനുസരിച്ച് ഞാൻ ഒരിടത്തും വണ്ടികൾ പാർക്ക് ചെയ്യുന്ന കണ്ടിട്ടില്ല. ഇങ്ങനെ സൈഡിലോ റോഡിൻ്റെ സൈഡിലോ അവിടെ ഇവിടെ ഒന്നും വണ്ടികൾ പാർക്ക് ചെയ്ത് കണ്ടിട്ടില്ല. സോ അതെനിക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിപ്പോയി. ലൈക്ക് അപ്പോൾ ഇവർ എവിടെയായിരിക്കും പാർക്ക് ചെയ്യുന്നത്? എൻ്റെ ഊഹം ശരിയാണ്, ബിൽഡിങ്ങിൻ്റെ ഒക്കെ അടിയിലാണ് ആയിരിക്കണം. അവിടെ കുറേ സ്റ്റാറ്റ്യൂസൊക്കെ ഉണ്ട്, അതൊക്കെ കണ്ടു. പിന്നെ ഈ എയർപോർട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബേർഡിൻ്റെ ഷേപ്പിലാണ് ആക്ച്വലി എയർപോർട്ട് ഉള്ളത്. അതൊരു തലയാണ് ഉദ്ദേശിക്കുന്നത്, ഒരു വൺ സൈഡ് ചിറകാണ് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റത്തെ വീഡിയോയിൽ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് കിട്ടി. ഇത് എയർപോർട്ടിൻ്റെ ഉള്ളിലെ ആ ഇൻറ്റീരിയർ വർക്കൊക്കെ അമേസിങ്. എനിക്ക് ഇന്നഫ് ടൈം കിട്ടില്ല ബിക്കോസ് നമ്മൾ ബാഗേജ് സ്കാനിങ് ഒക്കെ ആയിരുന്നു. പക്ഷേ പുള്ളി ഗംഭീരം. അവിടെ നിന്ന് ആരുമില്ല, വളരെ കുറച്ച് പേരേ ഉള്ളൂ. നമ്മൾ സ്കാനിങ് കഴിഞ്ഞ് പോകാൻ നിൽക്കുക. സേഫ്ലി ലാൻഡഡ് ബാക്ക് ടു ദുബായ്. സോ ഫസ്റ്റ് ലേ ഓവർ കഴിഞ്ഞു. അതും ഈ ഒരു സിറ്റുവേഷനിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് നല്ല ലാൻഡിങ് കിട്ടി. നല്ല ക്രൂ ആയിരുന്നു. സോ ഗ്രേറ്റ്ഫുൾ.